അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപനം സംസ്ഥാനത്ത് ഭീതി പടർത്തുകയാണ്. മരണനിരക്കും രോഗബാധയും വർദ്ധിക്കുമ്പോൾ ഡോക്ടർ അനൂപ് നമ്മൾക്കൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആളുകൾ വലിയ ഭീതിയിലാണ്. എവിടെ നിന്ന് പകരും, എങ്ങനെയാണത് പ്രതിരോധിക്കാൻ സാധിക്കുക, ആകെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗികളുടെ എണ്ണം ഈ 24-25 വർഷത്തിൽ കൂടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 80ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ മരണസംഖ്യ ഏകദേശം 30നോട് അടുത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മരണനിരക്ക് ഏകദേശം ഒരു 25-30% അടുത്താണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലോകത്ത് മുമ്പേ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ മരണനിരക്ക് 90% മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണനിരക്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. രണ്ടാമത്, ഈ കേസുകളുടെ എണ്ണം ശരിക്കും കൂടിയതാണോ അതല്ലെങ്കിൽ കേസുകൾ കണ്ടുപിടിക്കപ്പെടുന്നതിൻ്റെ അളവ് കൂടിയതാണോ എന്നുള്ളതാണ് നമുക്ക് അടുത്തത് വ്യക്തത വരുത്തേണ്ടത്. കാരണം വ്യാപകമായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ടെസ്റ്റുകൾ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അതുമല്ലെങ്കിൽ നമ്മുടെ 2018 നിപ്പ രോഗസ്ഥിരീകരണത്തോടു കൂടിയാണ് ഈ മസ്തിഷ്ക ജ്വരത്തെപ്പറ്റി ജനങ്ങളിലും അതേപോലെ തന്നെ ഡോക്ടർമാരിലും ഈ കൂടുതലായിട്ടുള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു അവബോധം വരികയും ഏത് രീതിയിലുള്ള മസ്തിഷ്ക ജ്വരവും വളരെ വിശദമായ ടെസ്റ്റുകൾക്ക് വിധേയമാകാനും തുടങ്ങിയത്. അതും തീർച്ചയായിട്ടും രോഗം കൂടുതൽ നിർണ്ണയിക്കപ്പെടാൻ കാരണമാവുന്നുണ്ടാവാം. ഞാനത് പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. കാരണം ആരോഗ്യരംഗത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിൽ പോലും ഏകദേശം ഒരു 70% കേസുകളും ഈ മരണാനന്തരം നടത്തുന്ന ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്. മറ്റ് ഈ 70%ഓളം കേസുകളും ഈ തുടക്കത്തിൽ ഡയഗ്നോസ് മിസ്സാവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ചിലപ്പം ഇത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടാകാം. പക്ഷേ ആ സമയത്തൊക്കെ രോഗനിർണയം കൃത്യമായി നടക്കാത്തതായിരിക്കാം ഒരു കാരണം. നമുക്കതിനെപ്പറ്റി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തേത്, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ഈ മീഡിയാസിലൊക്കെ കാണുന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരവും ഇപ്പോൾ ഉണ്ടാക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരവും രണ്ടും രണ്ട് രീതിയിലുള്ളതാണ്. നമ്മൾ സാധാരണ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം നീഗ്ലേരിയ ഫോലേറി എന്ന് പറയുന്ന ഒരു അമീബ ഉണ്ടാക്കുന്നതാണ്. ഈ അമീബയാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ഈ മൂക്കിനുള്ളിൽ കൂടെ ഈ തലച്ചോറിലേക്ക് ഡയറക്റ്റായിട്ട് ബാധിക്കുകയും ഈ തലച്ചോറിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗണ്യമായ ഈ ഡാമേജ് ഉണ്ടാക്കുകയും രോഗി മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ കൂടെ അധിക കേസുകളും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ഗ്രാനുലോമാറ്റസ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗമാണ്. അത് തന്നെ അതിൻ്റെ വളരെ തുടക്കത്തിൽ, നമുക്കതിനെ സബ് അക്യൂട്ട് വേരിയൻ്റ് എന്നൊക്കെ പറയാം, വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ കൃത്യമായ ചികിത്സ ആ സമയത്ത് തന്നെ കൊടുക്കാനും രോഗികളെ ഈ രോഗം കംപ്ലീറ്റ് ആയിട്ട് ശമിപ്പിക്കുന്ന രീതിയിലേക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഈ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഈ അശുദ്ധ ജലവുമായി അല്ലെങ്കിൽ അമീബയുടെ സാന്നിധ്യമുള്ള ഏത് ജലസ്രോതസ്സുകളുമായും നമ്മൾ കൈ കഴുകുക അല്ലെങ്കിൽ മുഖം കഴുകുക, ഈ വെള്ളം നമ്മുടെ ദേഹത്തേക്കോ മൂക്കിലേക്കോ തെറിക്കുക, നമ്മൾ ഇത്തരം ഈ വൃത്തിഹീനമായ വെള്ളത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറികൾ ഉണ്ടാവുക, ഈ സമയത്തൊക്കെ ഈ അമീബ നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും ഈ രക്തത്തിലൂടെ അത് തലച്ചോറിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രധാനമായും അക്കാന്തമീബ, ബാലമൂത്യ, സാപ്പീനിയ ഈ വിഭാഗത്തിൽപ്പെട്ട അതേപോലെ തന്നെ വെർമമീബ, ഈ പാരാവാൽക്കാൻഫിയ ഈ തുടങ്ങിയ അമീബകളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോഴാണ് നമ്മളിതിൻ്റെ PCR ടെസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയത്. അതും നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ളൊരു പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ രോഗലക്ഷണങ്ങളൊക്കെ മുമ്പേ എല്ലാ മസ്തിഷ്ക ജ്വരം പോലെ തന്നെ രോഗികൾ പനി, തലവേദന, അപസ്മാരം, ഈ ഓർമ്മ കുറവ്, ഈ രോഗലക്ഷണങ്ങളാണ് അധിക സമയത്തും ഈ രോഗികൾക്കൊക്കെ കാണുന്നത്. പിന്നീട് നമുക്ക് കൃത്യമായ ഈ പരിശോധന എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഈ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നട്ടലിൽ നിന്ന് ഈ ദ്രാവകം കുത്തിയെടുത്ത ശേഷം അതിനകത്ത് നടത്തുന്ന പരിശോധനകളാണ്.
അതിൽ തന്നെ നമ്മൾ വെറ്റ് മൗണ്ട് എന്ന് പറയും. നമ്മൾ ഈ ദ്രാവകം കുത്തിയെടുത്ത ഉടനെ തന്നെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വളരെ ഈ ഇത്തരം ഈ അണുക്കളെയൊക്കെ കണ്ടുപിടിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ഈ മൈക്രോസ്കോപ്പിലൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ അമീബയെ കാണാൻ പറ്റുക. അതിനാണ് നമ്മൾ വെറ്റ് മൗണ്ട് എക്സാമിനേഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രോഗത്തിൽ നമുക്ക് സംശയിക്കണം. രണ്ടാമത് സംശയിച്ചാൽ തന്നെ ഈ 15-20 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഫ്ലൂയിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. വിധേയമാക്കുമ്പോൾ തന്നെ ഈ മൈക്രോബയോളജിസ്റ്റിന് ഇത് കണ്ടുപിടിക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ടാവണം. ഇത് പലപ്പോഴും കൃത്യമായി നടക്കാത്തതാണ് രോഗം കുറേയൊക്കെ നിർണ്ണയിക്കപ്പെടാതെ പോകുന്നത് എന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, ഈ രോഗം നിർണ്ണയിച്ചാൽ തന്നെ അത് ഏത് തരത്തിലുള്ള അമീബയാണ് എന്നുള്ളത് നമ്മൾ PCR ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പേ നമ്മൾ അത്തരം ടെസ്റ്റുകൾ വിധേയമാക്കിയാൽ തന്നെ നമ്മൾ ഏതെങ്കിലും കേരളത്തിൻ്റെ പുറത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക്, പോണ്ടിച്ചേരിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ PGIയിലേക്കൊക്കെ അയച്ചിട്ടാണ് കൃത്യമായ ഏത് അമീബയാണ് രോഗകാരികളാവുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വളരെ അടുത്ത കാലത്താണ് ഇത് തിരുവനന്തപുരത്ത് ടെസ്റ്റ് നടത്താൻ തുടങ്ങിയതും അതിനുശേഷമാണ് കൂടുതലായിട്ട് രോഗം കണ്ടുപിടിക്കപ്പെടാനും തുടങ്ങുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ അഥവാ കേസുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കാം കാരണം? ഇതാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിലാണ് അതിനെ വിശകലനം ചെയ്യപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, പ്രത്യേകിച്ച് അന്തരീക്ഷ ഊഷ്മാവിലൊക്കെ വരുന്ന ഒരു വ്യതിയാനം. രണ്ടാമത്തേത് നമ്മുടെ ഈ ജലസ്രോതസ്സുകൾ മലിനമാവുക. അത് പ്രത്യേകിച്ച് മഴ വളരെ കൂടുതൽ വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ടോയ്ലറ്റുകളുടെ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ജലം സ്രോതസ്സുകളോ അല്ലെങ്കിൽ മലിനജലം ശേഖരിക്കുന്ന ഭാഗങ്ങൾ നമ്മളെ കുടിവെള്ള സ്രോതസ്സുകളുമായി കലരുന്ന സമയത്ത് നമ്മളെ വെള്ളത്തിലൊക്കെ തന്നെ ഈ കോളിഫോം കൗണ്ട് എന്ന് പറയും. ആ കോളിഫോം കൗണ്ട് കൂടുകയും, അതായത് ബാക്ടീരിയകളുടെ ഈ പ്രസൻസ് കൂടുകയും, അത് ഒരു അമീബയ്ക്ക് ഈ ബാക്ടീരിയയുടെ പ്രസൻസ് അമീബ വളരാനുള്ള ഒരു സാഹചര്യമാവാം. അപ്പോൾ അത് ചിലപ്പോൾ അമീബയുടെ എണ്ണം കൂടാനുണ്ടാകുന്ന ഒരു കാരണമായി വരുന്നുണ്ടാവാം. അതല്ല മറ്റ് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടാൻ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാരണമുണ്ടോ? കാരണം നമുക്കിപ്പോൾ അറിയാം, അടുത്തടുത്തുള്ള വീടുകളുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജലസ്രോതസ്സുകളൊക്കെ മലിനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. തുടർച്ചയായ മഴ പെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കൊക്കെ ഓവർഫ്ലോ ചെയ്ത് നമ്മുടെ ഈ ജലസ്രോതസ്സുകളുമായി കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് കൂടുതലായി അമീബയുടെ ഈ പ്രസൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ പഠന വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റ് രീതിയിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇത്തരം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, പൊതുജനങ്ങളെ കൂടുതലായിട്ട് ബോധവൽക്കരിക്കുക. എനിക്ക് തോന്നുന്നു അത് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് മീഡിയയിലൂടെയൊക്കെ തന്നെ. രണ്ടാമത്, ജലസ്രോതസ്സുകളെ ശുചീകരിക്കുക, പ്രത്യേകിച്ച് ക്ലോറിനേഷൻ നടത്തുക. അത് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്, ഇത് കണ്ടുപിടിക്കാനുള്ള വ്യക്തമായ സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുക. അതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും നമുക്ക് കോഴിക്കോടും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലും അതിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും രോഗം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ഘട്ടത്തിലാണ് നമുക്ക് വ്യക്തമായ ചികിത്സ കൊടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതും വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ മിൽറ്റിഫോസിൻ എന്നൊക്കെ പറയുന്ന മരുന്ന് പല മരുന്നുകളുടെ ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറ്. ഈ ആൻറ്റി ഫംഗൽ മരുന്ന്, ആംഫോട്രിസിൻ ബി, ഫ്ലൂക്കനസോൾ തുടങ്ങിയ മരുന്ന്, മിൽറ്റിഫോസിൻ, അതേപോലെ തന്നെ TB ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റിഫാംബിസിൻ, സാധാരണ ആൻറ്റിബയോട്ടിക്കായ അസിത്രോമൈസിൻ, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ മരുന്നുകൾ ലഭ്യമാണ്. തീർച്ചയായിട്ടും ആ മരുന്നുകൾ ലഭ്യമായതാണ് ഈ രോഗത്തിൻ്റെ മരണനിരക്ക് നല്ല അളവിലേക്ക് കുറയ്ക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്ത് സാഹചര്യം കൊണ്ടാണ് കേസുകൾ കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ജനങ്ങളും ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഇതിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും ഏത് രീതിയിലാണ് ചികിത്സ നടത്തേണ്ടതെന്നും രോഗനിർണയം നടത്തേണ്ടതെന്നുള്ള കൂടുതൽ ബോധവൽക്കരണവും അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. ഇതിൽ ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷൻ ഡോക്ടർ, അതിൽ ഇപ്പോൾ കുളത്തിൽ നിന്നാണോ കിണറ്റിൽ നിന്ന് വരുന്നു പറയുന്നു, അതുപോലെ ഇപ്പോൾ ടാങ്കിലെ വെള്ളത്തിൽ നിന്ന് പകരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ വെള്ളം ഏത് എന്നുള്ളൊരു പ്രശ്നമുണ്ടോ അവിടെ?
അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ കുളത്തിലെ വെള്ളമോ അല്ലെങ്കിൽ അധികം പിന്നെ കെട്ടിക്കിടക്കുന്ന ഈ പോണ്ടുകളോ അല്ലെങ്കിൽ കുളമോ ഒക്കെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അത് ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസിന് മാത്രമാണ് അതിൻ്റെ മുങ്ങി കുളിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം മാറി. അത് ഏത് വൃത്തിഹീനമായ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഏത് ജലസ്രോതസ്, കിണറാവാം, ഈ പഴയ ടാങ്കുകളാവാം, അതല്ലെങ്കിൽ അടിയിലൊക്കെ ഇത് നമുക്കറിയാം, ടാങ്കുകളൊക്കെ അടിയിൽ ഇതേമാതിരി ചളിയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവും. അത് ഇളകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് മിക്സ് ആകുമ്പോഴാവാം. അതല്ലെങ്കിൽ നമ്മൾ കൈ കഴുകാനും മുഖം കഴുകാനും ഈ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഏത് രീതിയിലുള്ള വെള്ളത്തിലൂടെയും വരാം. കാരണം നമ്മൾ കുറച്ച് ദിവസം മുമ്പേ കണ്ടു, ഒരു 3 മാസം പ്രായമുള്ള കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു എന്നുള്ളത്. അതൊരിക്കലും കുട്ടി വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടാവില്ല. ഈ കുട്ടിയെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ തരത്തിലുള്ള ജലസ്രോതസ്സുകളെയും നമുക്ക് പഠന വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പഠനം ഈ മുഴുവനായി ലഭ്യമാവുന്നത് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജലസ്രോതസ്സുകളെയും ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്നാണ് തോന്നുന്നത്. ക്ലോറിനേറ്റ് ചെയ്യൽ മാത്രമാണ് ഈ വെള്ളത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം നശിപ്പിക്കാനുള്ള പരിപാടി. അതും നമുക്ക് ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമീബയുടെ അത് തന്നെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. അത് ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലോറിനേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ അമീബയുടെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ പ്രതികൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ഈ അമീബ ഒരു സിസ്റ്റ് ഫോമിലേക്ക് മാറും. ആ സിസ്റ്റ് ഫോം രോഗകാരികളല്ലെങ്കിലും ആ സിസ്റ്റ് ഫോം അതേപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ അതിനെ ഒരു ഫ്ലാജല്ലേറ്റ് ഫോം എന്ന് പറയും. നമുക്ക് രോഗകാരികളാവുന്ന അവസ്ഥയിലേക്ക് മാറാനും വീണ്ടും രോഗം വരുത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചളിയിലും ഇത്തരം സ്രോതസ്സുകളിലൊക്കെ തന്നെ ഇതിന് ഈ ഒരു പ്രത്യേക ഒരു രൂപ വ്യത്യാസം വന്നുകൊണ്ട് കുറേ കാലത്തോളം നിലനിൽക്കാൻ സാധിക്കും. ഇത് മരണസംഖ്യ കൂടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, മരണസംഖ്യ കൂടിയിട്ടില്ല. നമുക്ക് മുമ്പ് കണ്ട സ്ഥലങ്ങളിലൊക്കെ അപേക്ഷിച്ച് മരണനിരക്ക് കേരളത്തിൽ എത്രയോ കുറവാണ്. അല്ലെങ്കിൽ ലോകത്തിൽ ഇതുവരെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് സീരീസിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ഈ മരണനിരക്ക് നമ്മുടെ നാട്ടിലാണ്. കാരണം നമ്മളത് വളരെ തുടക്കത്തിലെ നിർണ്ണയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ചികിത്സയിലൊന്നും നമ്മൾ വേറെ പുതിയ മെത്തേഡുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ സംശയം കൂടുതലായതുകൊണ്ട് രോഗനിർണയം വളരെ നേരത്തെ നടക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ രീതിയിൽ അമീബ ഈ തലച്ചോറിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും മരണനിരക്ക് 90% മുകളിലാണ്. കാരണം ഇത് നമ്മുടെ ഈ തലച്ചോറിലെ കോശങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ ഗുരുതരമാണ്. ഇപ്പോൾ തമാശക്കാണെങ്കിലും ആൾക്കാർ പറയും, ഇപ്പം നിപ്പ കോഴിക്കോട് വന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം പോലൊരു സാധനം കോഴിക്കോട് വരുന്നു. ഇതെല്ലാം കോഴിക്കോട് വരുന്നപ്പോൾ ഈ യാദൃശ്ചികം എന്നൊരു മറുപടി അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം പറയാൻ പറ്റുമോ? ഞാൻ സ്ഥിരം പറയുന്ന രീതി പോലെ തന്നെ അതിനെ 2 രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഇത് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇതിനെ കൂടുതൽ സംശയത്തോടെ നോക്കുകയും രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കുന്നതും ഒരു കാരണമാവാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ചില പ്രത്യേക ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ ബാധിക്കുന്ന ഏതെങ്കിലും ചില പ്രത്യേക ഘടകങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ പഠനങ്ങൾ ഈ കാര്യത്തിലൊക്കെ വേണമെന്നുള്ള സംശയം. തീർച്ചയായിട്ടും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വിശദമായ പഠനങ്ങൾ, അത് രോഗ അവസ്ഥയെക്കുറിച്ച് വേണം, രോഗനിർണയത്തെക്കുറിച്ച് വേണം, ചികിത്സാ രീതിയെക്കുറിച്ച് വേണം. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അതിൻ്റെ ബാക്കി ഈ എന്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഈ അമീബയുടെ എണ്ണം കൂടാനുള്ള സാഹചര്യം, നമ്മുടെ ജലസ്രോതസ്സുകൾ ഏത് രീതിയിലാണ് മലിനപ്പെടുന്നത്, അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നത്.